കോഴിക്കോട് കോന്നാട് ബീച്ചിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രദേശവാസികൾ. ലഹരി മാഫിയകൾക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും തങ്ങൾ സദാചാര ഗുണ്ടായിസം നടത്തുന്നുവെന്ന പ്രചരണം വേദനിപ്പിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോന്നാട് ബീച്ച് നിവാസികൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ചൂലെടുത്ത് പ്രതീകാത്മക സമരം നടത്തിയത്. അത് വലിയ വിവാദമായി. പ്രദേശവാസികൾ സദാചാര ഗുണ്ടായിസം നടത്തുന്നു എന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ വാദം. എന്നാൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് പ്രദേശവാസികൾ. ചെറിയ കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ വന്നിട്ട് പറയാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൂടാതെ ലഹരി മദ്യം കഴിച്ചിട്ട് ഒരു വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീൻ്റെ തല അടിച്ച് പൊട്ടിച്ച് അത് ഓടി വന്ന് ഇവിടെ 9 സ്റ്റിച്ചാണ്. പിന്നെ മയക്കുമരുന്ന് ചെറിയ ചെറിയ കുട്ടികളാണ് ഈ എക്സൈസുകാർ വന്നിട്ട് കൊണ്ടുപോകുന്നത്. ആ 2 മക്കൾ എന്താ ചെയ്യുന്നത് കണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിച്ചാൽ എന്താന്ന് പറയും, ആ പെണ്ണ് ഓൻ എന്തൊക്കെയോ ചെയ്യണ്, നിങ്ങളിവിടുത്തെ നാട്ടുകാർ പോരാണ്ടെന്നാണ് പറഞ്ഞത്. ഈ കടപ്പുറം ഈ തോന്നിയാസം വന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് എല്ലാവർക്കും വന്നിരിക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ എല്ലാവരും ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവരെ ചൂലെടുത്ത് അടിക്കാനോ അവർ വന്ന് ഇരുന്നോട്ടെ, സാമാന്യ മര്യാദ പോലെ അവിടെ ഇരുന്നോട്ടെ. ഈ കുട ഒടിച്ച് കടപ്പുറം അറ്റത്തായിട്ട് പോയിട്ട് കടപ്പുറത്ത് കുട തുറന്ന് അവിടെ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം കളി കളിക്കുന്നത്. ഇത് കണ്ട് രസിക്കാനുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അവർക്കും കാണുന്നൊരു ഇഷ്ടമാണ് അത് കാണാൻ. ഇവർ ഇന്നലത്തെ ചാനൽ തന്നെ പറഞ്ഞത് എല്ലാം ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എതിരായിട്ടാണ് പറഞ്ഞത്. ഫാമിലിയായി വന്ന ഇന്ന് ആളുകളെ ഇവരടിച്ചു ഓടിച്ചെന്ന്. അത് വെറും നുണപ്രചരണമാണ് അവർ നടത്തിയത്. ഞങ്ങൾക്ക് കോന്നാട്, കാമ്പുറം, തോപ്പയിൽ ഈ ദേശത്ത് എന്താണോ അനാശാസ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഞങ്ങൾ അമ്മമാരെ ഇറങ്ങും. ബീച്ചിലെ ചില പ്രവർത്തനങ്ങൾ കാരണം തങ്ങളുടെ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ പറ്റുന്നില്ലെന്നും ആരോപണമുണ്ട്. വീട്ടിൽ 2 ചെറിയ കുട്ടികൾ, ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പിള്ളേർ, ചേച്ചി ഫുട്ബോൾ കൊണ്ടുവന്നിട്ട് ചേച്ചി ഇതോ നോക്ക്, ആ ബീച്ചിൽ ഒരു ഏട്ടനും ചേച്ചി എന്തെല്ലോ വേണ്ടാത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയും എന്ത് ചെയ്യാതെ നിങ്ങൾ ആ ഭാഗേ നോക്കണ്ട, എല്ലാ ചേച്ചി ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾ നോക്കി. അപ്പോൾ ഈ ചേച്ചി പറയാണ് പൊയ്ക്കോ ഇതൊന്നും നോക്കണ്ടാന്ന്. അപ്പം ആ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇവർക്ക് വേണ്ടാത്തൊക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് പറയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ബീച്ചിലൊക്കെ ഞങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെ ഞങ്ങൾ വിടേണ്ട ആവശ്യം ചെയ്യല്? ഞങ്ങളെ കുട്ടികൾക്ക് കളിക്കണ്ടേ? ഞങ്ങളെ കുട്ടികൾ ഈ മുറ്റത്ത് തന്നെ അങ്ങനെ കളിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് ബീച്ച് എന്തിനാ പിന്നെ കാണാൻ വേണ്ടി വെച്ചാൽ ഞങ്ങൾ ബീച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. അവർ കാര്യം അറിയാണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത് അവർ ഒരു 2-3 ദിവസം വാച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിനെപ്പറ്റി എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നാട്ടിലുള്ള നമുക്കല്ല മനസ്സിലാവും എന്താ ഇവിടെ നടക്കണമെന്ന്. നമുക്കല്ല അറിയുള്ളൂ, അവർക്കറിയില്ല. അവർ വെറുതെ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകാനല്ലാണ്ട്. പിള്ളേർ രാവിലെ കാലത്ത് 7 മണിക്ക് 8 മണിക്ക് വന്നിട്ട് രാത്രി 10-11 മണിക്ക് വ്യഭിചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ അമ്മയും സഹോദരിമാരോ പെങ്ങന്മാരോ അതേപോലെ സ്വന്തം മക്കളെയായിട്ട് റൂട്ടിന് മുകളിൽ ഈ പ്രദേശത്തുള്ളവർക്ക് കാറ്റുകൊണ്ട് വരാനോ ഇരിക്കാനോ റൂട്ടുമ്പോൾ ബസ് കയറാനോ പറ്റിയ സാഹചര്യങ്ങളില്ല. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം. ഞങ്ങൾക്കിത് പാർട്ടി സംബന്ധിച്ചൊന്നല്ല മോനെ. ഇത് ഞങ്ങൾ കുട്ടികൾ, ഈ ചെറിയ കുട്ടികളടക്കം സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് പലതാണ്. ഇവിടെ വന്ന് പറയും കുട്ടികൾ. അപ്പോൾ ഞാൻ പറയും മോളെ നോക്കണ്ട, അല്ല അമ്മ അതമ്മ വെക്കണം എന്നല്ല കുട്ടികൾ വന്ന് പറഞ്ഞു തരുത്തി നമ്മളോട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒഴിച്ചിട്ട് ഞങ്ങൾ ഒരാളെ പാർട്ടിൻ്റെ ഒന്നും ആക്കിയപ്പോൾ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടത് കണ്ടിട്ട് അമ്മമാർക്ക് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞതാണ്. ഇപ്പം മദ്യവും മയക്കുമരുന്നും കഴിച്ച് വ്യഭിചാരത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി നോക്കുന്ന ആ സമയത്താണ് ഇവിടെ ഉള്ള ജാതിയോ മതമോ നോക്കാത്ത ഒരുപാട് സ്ത്രീകൾ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. പക്ഷേ എങ്കിലും ആ പാർട്ടി അതിലിറങ്ങി ആ പാർട്ടീൻ്റെ രൂപത്തിലാണെങ്കിലും എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം നാട്ടുകാരൊക്കെ ഇവിടെ അത്രയും സഹികെട്ടിന്. അതേസമയം പെൺകുട്ടികളെ കെണിയിൽ കൊടുക്കുന്ന ലഹരി മാഫിയക്കെതിരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കോന്നാട് ബീച്ചിൽ നാളെ ജനസഭ നടത്തും. ജനം, കോഴിക്കോട്.